നമസ്കാരം. ബംഗാളിനെ ഗുണ്ടാമുക്തമാക്കുമെന്ന പ്രഖ്യാപനത്തോടെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പുതിയ ഗുണ്ടാ നിയമം കൊണ്ടുവന്നു. ഈ നിയമനിർമ്മാണം ദശാബ്ദങ്ങളായി സംസ്ഥാനത്ത് സമാന്തര ഭരണം നടത്തുന്ന തൃണമൂൽ കോൺഗ്രസ് അക്രമി സംഘങ്ങളുടെയും സിൻഡിക്കേറ്റുകളുടെയും അടിവേരിറക്കുന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. രാഷ്ട്രീയ ആക്രമങ്ങൾക്കും ഭൂമി കയ്യേറ്റങ്ങൾക്കും പേരുകെട്ട ബംഗാളിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഈ പുതിയ നിയമം തൃണമൂൽ ഗുണ്ടകളെ എങ്ങനെ ബാധിക്കുമെന്നത് അതീവ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത്. ഈ പുതിയ നിയമത്തിലെ ഏറ്റവും മാരകമായ വ്യവസ്ഥ വിചാരണ കൂടാതെ 1 വർഷം വരെ വ്യക്തികളെ കരുതൽ തടങ്കിൽ വയ്ക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നു എന്നതാണ്. മുൻപ് തൃണമൂൽ ഭരണകാലത്ത് ഇത്തരം ക്രിമിനൽ സംഘങ്ങൾ അക്രമം അഴിച്ചുവിട്ട ശേഷം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മണിക്കൂറുകൾക്കകം ജാമ്യത്തിലിറങ്ങുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. പുതിയ നിയമപ്രകാരം ജില്ലാ മജിസ്ട്രേറ്റുമാർക്കോ പോലീസ് കമ്മീഷണർമാർക്കോ ഒരു വ്യക്തി പൊതുസമാധാനത്തിന് ഭീഷണിയാണെന്ന് ബോധ്യപ്പെട്ടാൽ കോടതിയിൽ ഹാജരാക്കാതെ തന്നെ 1 വർഷത്തേക്ക് തടവിലിടാൻ സാധിക്കും. തദ്ദേശീയ തലത്തിൽ പാർട്ടിക്ക് വേണ്ടി ബോംബേറും ബൂത്ത് പിടുത്തവും നടത്തുന്ന TMC അണികളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യവസ്ഥ വലിയൊരു തിരിച്ചടി കൂടിയാണ്. അക്രമ രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്ന താഴെത്തട്ടിലുള്ള ഗുണ്ടകളെ നീണ്ട കാലയളവിലേക്ക് ജയിലിലടയ്ക്കുന്നത് വഴി പാർട്ടിയുടെ അക്രമ സ്വഭാവമുള്ള കേഡർ സംവിധാനത്തെ പൂർണ്ണമായി നിശ്ചലമാക്കാൻ ഈ പുതിയ നിയമത്തിന് സാധിക്കും. തടങ്കിലാകുന്ന വ്യക്തികൾക്ക് സാധാരണ രീതിയിൽ അഡ്വൈസറി ബോർഡിന് മുമ്പിൽ അഭിഭാഷകരെ നിയോഗിക്കാനുള്ള അവകാശം പരിമിതപ്പെടുത്തുന്നത് നിയമപരമായ പഴുതുകൾ അടയ്ക്കാൻ സഹായിക്കും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഗുണ്ടകളെ ഒരു പ്രത്യേക പ്രദേശത്തോ ജില്ലയിലോ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും 1 വർഷത്തേക്ക് വിലക്കാൻ DGP റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കും ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ബിൽ അധികാരം നൽകുന്നുമുണ്ട്. പശ്ചിമ ബംഗാളിലെ പല പ്രദേശങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളും ഗുണ്ടകളും ചേർന്ന് രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക സ്വാധീന മേഖലകളുണ്ട്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും രാഷ്ട്രീയ റാലികളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഇവരാണ്. പുതിയ നിയമപ്രകാരം ഇത്തരം കുറ്റവാളികളെ അവരുടെ സ്വന്തം ജില്ലകളിൽ നിന്നോ നിയോജക മണ്ഡലങ്ങളിൽ നിന്നോ നാടുകടത്താൻ സാധിക്കും. ഇത് TMC നേതാക്കൾക്ക് അവരുടെ ഗുണ്ടാ സംഘങ്ങളെ തദ്ദേശീയമായി ഏകോപിപ്പിക്കുന്നതിനും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ ഭയപ്പെടുത്തുന്നതിനുമുള്ള ശേഷി ഇല്ലാതാക്കും. സ്വന്തം മണ്ണിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്നത് ഈ ക്രിമിനലുകളുടെ പ്രാദേശികമായ രാഷ്ട്രീയ സ്വാധീനത്തെ പൂർണ്ണമായും തകർക്കും. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ പ്രധാന വരുമാന മാർഗം സിൻഡിക്കേറ്റ് രാജ് എന്നറിയപ്പെടുന്ന അനധികൃത പിടിച്ചുപറിയും ഖനനവുമാണ്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ വിതരണം, മണൽ ഖനനം, കൽക്കരിക്കടത്ത്, നിർബന്ധിത പണപ്പിരിവ് എന്നിവയെല്ലാം നിയന്ത്രിക്കുന്നത് TMC അനുകൂലികളായ മാഫിയ സംഘങ്ങളാണ്. പുതിയ ബില്ലിൽ ഗുണ്ട, സാമൂഹിക വിരുദ്ധ പ്രവർത്തനം എന്നിവയുടെ നിർവചനം വ്യാപകമാക്കിയിട്ടുണ്ട്. അനധികൃത മണൽ ഖനനം, വനവിഭവങ്ങൾ കൊള്ളയടിക്കൽ, നിർബന്ധിത പണപ്പിരിവ്, ഭൂമി കയ്യേറ്റം എന്നിവയെല്ലാം ഈ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതിലൂടെ ലഭിക്കുന്ന പണമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും അക്രമങ്ങൾക്കും ഉപയോഗിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഇത്തരം സിൻഡിക്കേറ്റ് തലവന്മാരെ എളുപ്പത്തിൽ കുടുക്കാനും അവരുടെ അനധികൃത സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായും അടയ്ക്കാനും പോലീസിന് വിപുലമായ അധികാരങ്ങൾ ലഭിക്കുന്നു. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമായിരിക്കും ഇവർക്കെതിരെ കേസെടുക്കുക. തൃണമൂൽ ഗുണ്ടകൾക്ക് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് അക്രമ സംഭവങ്ങളിൽ ഉണ്ടാകുന്ന നഷ്ടം കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടി ഈടാക്കാനുള്ള പുതിയ നിയമ ഭേദഗതിയാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെയോ ഹർത്താലുകളുടെയോ പേരിൽ പൊതുമുതലോ സ്വകാര്യ സ്വത്തോ നശിപ്പിച്ചാൽ അതിന്റെ പൂർണ്ണമായ നഷ്ടപരിഹാരം ആക്രമികളിൽ നിന്നും ഈടാക്കും. ഇതോടൊപ്പം ആക്രമികൾക്ക് പണം നൽകുന്നവർ, ആസൂത്രണം ചെയ്യുന്നവർ, അവർക്ക് ഒളിത്താവളം ഒരുക്കുന്നവർ എന്നിവരും തുല്യമായി പിഴ ഒടുക്കേണ്ടി വരും. പിഴ അടയ്ക്കാൻ തയ്യാറാകാത്ത പക്ഷം ഇവരുടെ വീടും ഭൂമിയും ഉൾപ്പെടെയുള്ള സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്യാനും ലേലം വിളിക്കാനും ക്ലെയിംസ് കമ്മീഷന് അധികാരമുണ്ട്. ഇതുവരെ ഭരണകക്ഷിയുടെ തണലിൽ പൊതുമുതൽ നശിപ്പിക്കുകയും വീടുകൾക്ക് തീയിടുകയും ചെയ്തിരുന്ന TMC അണികൾക്ക് തങ്ങളുടെ സ്വത്തും സമ്പാദ്യവും വീടും നഷ്ടപ്പെടുന്ന ഭയം ഉണ്ടാകുന്നത് ആക്രമികളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ നിർബന്ധിതരാക്കും. പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ കക്ഷികളായ BJP, CPM തുടങ്ങിയ പാർട്ടികൾ കാലങ്ങളായി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തൃണമൂൽ ഗുണ്ടകളുടെ കായികപരമായ അക്രമങ്ങളാണ്. തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോലും സമ്മതിക്കാതെ പ്രതിപക്ഷ സ്ഥാനാർത്ഥികളെ ആക്രമിച്ചൊതുക്കുന്ന രീതിയാണ് TMC പയറ്റിപ്പോന്നത്. പുതിയ ശക്തമായ നിയമം നടപ്പിലാകുന്നതോടെ പോലീസിന് രാഷ്ട്രീയ സമ്മർദ്ദമില്ലാതെ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സാധിക്കും. ഗുണ്ടകളുടെ ഭീഷണി ഇല്ലാതാകുന്നതോടെ സാധാരണക്കാരായ വോട്ടർമാർക്കും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഭയരഹിതമായി പുറത്തിറങ്ങാനും തങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കാനും സാധിക്കും. ഇത് തൃണമൂൽ കോൺഗ്രസിന് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന അപ്രമാദിത്യം തകർക്കുമെന്നതിൽ സംശയമില്ല. തൃണമൂൽ കോൺഗ്രസ് ഈ നിയമത്തെ തങ്ങളെ ഒതുക്കാനുള്ള രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കുമ്പോൾ ബംഗാളിലെ സാധാരണ ജനങ്ങൾക്ക് സമാധാനപരമായ ജീവിതം ഉറപ്പാക്കാനുള്ള വിപ്ലവാത്മകമായ ചുവടുവയ്പ്പാണ് ഇത്. പുതിയ ഭരണകൂടം ഇതിനെ അങ്ങനെ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നതും. നിയമം കൃത്യമായി നടപ്പിലാക്കപ്പെട്ടാൽ അത് ബംഗാളിന്റെ അക്രമ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം കൂടിയാവും. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ പാസാക്കിയ പശ്ചിമ ബംഗാൾ പബ്ലിക് സേഫ്റ്റി ആൻഡ് കൺട്രോൾ ഓഫ് ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ബിൽ 2026, പശ്ചിമ ബംഗാൾ മെയിൻ്റനൻസ് ഓഫ് പബ്ലിക് ഓർഡർ ബിൽ 2026 എന്നീ
എന്നീ നിയമങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ അടിത്തറയിളക്കുന്ന ഒന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഘടിത കുറ്റകൃത്യങ്ങളും ഗുണ്ടാ വിളയാട്ടങ്ങളും അടിച്ചമർത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ കൊണ്ടുവന്ന ഈ നിയമനിർമ്മാണത്തിന് വളരെ കൃത്യമായ ജിയോ പൊളിറ്റിക്കൽ മാനങ്ങളുമുണ്ട്. പശ്ചിമ ബംഗാളിന്റെ അതിർത്തി മേഖലകളിൽ പതിറ്റാണ്ടുകളായി തുടരുന്ന അനധികൃത കുടിയേറ്റവും അതിന് കുടപിടിക്കുന്ന രാഷ്ട്രീയ മാഫിയ സംഖ്യവും ഈ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇത് വലിയ ധ്രുവീകരണങ്ങൾക്കും തന്ത്രപരമായ മാറ്റങ്ങൾക്കും വഴിവെക്കും. ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മാൾഡ, മുർഷിദാബാദ്, നാദിയ, വടക്കൻ, തെക്കൻ 24 പർഗാനാസ് തുടങ്ങിയ ജില്ലകളിൽ അനധികൃതമായി എത്തുന്ന കുടിയേറ്റക്കാർക്ക് വ്യാജ തിരിച്ചറിയൽ രേഖകൾ, ആധാർ കാർഡുകൾ, റേഷൻ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു നൽകുന്ന വലിയൊരു ഏജന്റ് ശൃംഖല നിലവിലുണ്ട്. പ്രാദേശിക രാഷ്ട്രീയക്കാരുടെയും ഭരണകക്ഷി നേതാക്കളുടെയും സംരക്ഷണയിലാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നത്. പുതിയ നിയമപ്രകാരം ഇത്തരം കുടിയേറ്റക്കാരെ സഹായിക്കുകയോ അവർക്ക് താവളം ഒരുക്കുകയോ ചെയ്യുന്ന തദ്ദേശീയരായ ഏജന്റുമാരെയും രാഷ്ട്രീയ നേതാക്കളെയും വിചാരണ കൂടാതെ 1 വർഷം വരെ കരുതൽ തടങ്കിൽ വയ്ക്കാൻ ജില്ലാ മജിസ്ട്രേറ്റർമാർക്കും പോലീസിനും അധികാരമുണ്ടായിരിക്കും. സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാനും ലേലം ചെയ്യാനുമുള്ള വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ കുടിയേറ്റ മാഫിയകളുടെ സാമ്പത്തിക സ്രോതസ്സുകൾ പൂർണ്ണമായി നിശ്ചലമാകും. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അനധികൃത കുടിയേറ്റക്കാർ എക്കാലത്തും ഭരണകക്ഷിയുടെ ശക്തമായ വോട്ട് ബാങ്കായിരുന്നു. മുൻപ് ഇടതുമുന്നണിയും പിന്നീട് തൃണമൂൽ കോൺഗ്രസും അതിർത്തി കടന്നെത്തിയ ഈ ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുകയും വോട്ടർമാരാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം ഉറപ്പിച്ചു പോന്നു എന്ന ആരോപണം ശക്തമാണ്. പുതിയ നിയമം കൃത്യമായി നടപ്പിലാക്കപ്പെടുന്നതോടെ കുടിയേറ്റക്കാരെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പ്രാദേശിക നേതാക്കൾ ജയിലിലാകാൻ സാധ്യതയുണ്ട്. ഇത് അതിർത്തി ജില്ലയിലെ വോട്ടർ പട്ടികകൾ വൻതോതിൽ ശുദ്ധീകരിക്കപ്പെടുന്നതിലേക്ക് നയിക്കും. ദശാബ്ദങ്ങളായി ബംഗാൾ തിരഞ്ഞെടുപ്പുകളിലെ ജയപരാജയങ്ങൾ നിശ്ചയിച്ചിരുന്ന വോട്ട് ബാങ്ക് സമവാക്യങ്ങൾ ഇതോടെ പൂർണ്ണമായി തകരും. രാഷ്ട്രീയ സംരക്ഷണം ഇല്ലാതാകുന്നതോടെ കുടിയേറ്റങ്ങളുടെ കേന്ദ്രങ്ങളായിരുന്ന പ്രദേശങ്ങളിലെ ജനസംഖ്യാപരമായ സ്വാധീനവും വലിയ വ്യത്യാസങ്ങൾ പ്രകടമാകും. അനധികൃത കുടിയേറ്റത്തോടൊപ്പം അതിർത്തി മേഖലയിൽ സജീവമായിരുന്ന കന്നുകാലിക്കടത്ത്, വ്യാജ കള്ളനോട്ട് വിതരണം, മയക്കുമരുന്ന് മാഫിയകൾ എന്നിവയെല്ലാം പലപ്പോഴും തദ്ദേശീയ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഫണ്ടിംഗ് നൽകിയിരുന്ന സ്രോതസ്സുകളായിരുന്നു. പുതിയ നിയമത്തിലെ കർശനമായ വകുപ്പുകൾ ഉപയോഗിച്ച് ഈ മാഫിയ തലവന്മാരെ ഒതുക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക സാമ്പത്തിക ശേഷിയും കായിക ബലവും ഇല്ലാതാകും. മുൻപ് തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രതിപക്ഷ കക്ഷികളെ കായികമായി നേരിടാൻ ഉപയോഗിച്ചിരുന്ന ക്രിമിനൽ സംഘങ്ങൾ നിയമത്തിലെ ജാമ്യമില്ലാ വകുപ്പുകളെ ഭയന്ന് നിഷ്ക്രിയരാകാൻ നിർബന്ധിതരാകും. ഇത് തൃണമൂൽ കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തെ കൂടുതൽ ദുർബലപ്പെടുത്തും. ബംഗാളിൽ BJP നയിക്കുന്ന പുതിയ സർക്കാർ ഈ നിയമത്തെ കേവലം ക്രമസമാധാന പ്രശ്നമായി മാത്രമല്ല കാണുന്നത്. സംസ്ഥാനത്തിന്റെ പരമാധികാരവും തദ്ദേശീയരായ ബംഗാളികളുടെ സുരക്ഷയും ഉറപ്പാക്കാനുള്ള വിപ്ലവാത്മകമായ ചുവടുവയ്പ്പാണ് ജനങ്ങൾക്കു മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിയമസഭയിൽ ബിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി തന്നെ മുൻ ഭരണകൂടങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തെ വോട്ട് ബാങ്കായി കണ്ട് സംരക്ഷിക്കുകയായിരുന്നു എന്ന് തുറന്നടിച്ചിരുന്നു. ഇത് ബംഗാളിലെ തദ്ദേശീയരായ വോട്ടർമാർക്കിടയിൽ കടുത്ത ദേശീയ വിരോധം ഉണർത്താൻ സഹായിക്കും. കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ തങ്ങളുടെ പക്ഷത്തേക്ക് ഒന്നിപ്പിക്കാൻ ഭരണകക്ഷിക്ക് ഇത് വലിയ ആയുധമാകും. പ്രതിപക്ഷ കക്ഷികൾ ഈ നിയമത്തെ മനുഷ്യാവകാശ ലംഘനമായും പൗരസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ പൊതുജന മധ്യത്തിൽ അതിന് വലിയ പിന്തുണ ലഭിക്കാൻ സാധ്യത കുറവാണ്. ചുരുക്കത്തിൽ അനധികൃത കുടിയേറ്റത്തെയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തദ്ദേശീയ രാഷ്ട്രീയ സംവിധാനത്തെയും ഗുണ്ടാവിരുദ്ധ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിലൂടെ പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയും അതിർത്തി തന്ത്രങ്ങളെയും പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ് പുതിയ ഭരണകൂടം ചെയ്യുന്നത്. വരും തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിക്ക് വലിയ രാഷ്ട്രീയ മേൽക്കൈ നൽകാനും പ്രതിപക്ഷത്തിന്റെ അതിർത്തി കോട്ടകൾ തകർക്കാനും ഈ നിയമനിർമ്മാണം വഴിവെക്കുമെന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ERT അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.